ദേവനന്ദൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്കാണ് ഇന്ന് നടക്കുക. വിശദാംശങ്ങളുമായി സനോജ് ചേരുകയാണ്. സനോജ്, കോട്ടയത്ത് മറ്റക്കരയിലാണല്ലേ ശ്രീനന്ദൻ്റെ ദേവനന്ദൻ്റെ വീട്? മറ്റക്കരയിൽ, കോട്ടയത്ത്. അതെ ശരത്ത്, ദേവനന്ദൻ്റെ വീട് കോട്ടയം മറ്റക്കര, പള്ളിക്കത്തോട് മറ്റക്കരയിലാണ്. ഇപ്പോൾ ഞാൻ ഉള്ളത് ദേവനന്ദൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെയാണ്. ഇപ്പോൾ സംസ്കാരത്തിൻ്റെ മുന്നോടിയായി നിരവധി ആളുകൾ, നാടിൻ്റെ നാനാതുറകളിൽ നിന്നുമുള്ള നിരവധി ആളുകൾ, ഇവർ ദീർഘകാലമായി ദേവനന്ദൻ്റെ കുടുംബം മലപ്പുറം കോട്ടയ്ക്കലായിരുന്നു താമസിച്ചു പോന്നിരുന്നത്. കാരണം പിതാവിന് അവിടെ അധ്യാപകനായി ഒരു സ്കൂളിൽ ജോലി നോക്കുകയായിരുന്നു. മാതാവ് GST വിഭാഗത്തിലാണ്. രണ്ടുപേരും മലപ്പുറം തിരൂരിൽ കേന്ദ്രീകരിച്ചാണ് മാതാവ് ജോലി നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ കോട്ടയ്ക്കലാണ് ദീർഘകാലമായി താമസിച്ചു പോന്നിരുന്നത്. അവിടെ ഒരു വീട് എടുത്ത് അവർ താമസിച്ചു പോരുകയായിരുന്നു. വിശ്രമ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയെത്തി വീട് വയ്ക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായി ഇവിടെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ മേടിച്ച് ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ കുടുംബ വീട്, തറവാട്ട് വീട്ടിൽ ദേവത്തിൻ്റെ പിതാവിൻ്റെ അനുജനാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബ വീടാണ് ഇവിടെ ഉള്ളത്. പിതാവിൻ്റെ കുടുംബ വീട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ ഈ ഭൗതികദേഹം കൊണ്ടുവന്നത്. അവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിന് ശേഷം നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇന്നലെ മുതൽ ഇതുവരെ നിരവധി ആളുകൾ ഇവിടെ എത്തി അന്ത്യോദയം അർപ്പിച്ച് മടങ്ങുകയാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ മലപ്പുറത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ജ്യേഷ്ഠൻ, ദേവത്തിൻ്റെ ജ്യേഷ്ഠൻ പുതുച്ചേരിയിലെ ഒരു ഹോസ്പിറ്റലിൽ MBBS പഠനത്തിന് 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അവിടെ നിന്നും അദ്ദേഹവും ഇന്നലെ നാട്ടിലെത്തിയിരുന്നു. നാടിനെ സംബന്ധിച്ചും വീട്ടുകാരെ സംബന്ധിച്ചും നികത്താനാവാത്ത ഒരു നഷ്ടമാണ്. പഠിക്കാൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ദേവനന്ദൻ. കാരണം +2 പഠിക്കുമ്പോൾ തന്നെ ഒരു കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സ്വകാര്യ സ്കൂളിലായിരുന്നു +2 വിദ്യാഭ്യാസ കാലം. ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ +2 പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ എൻട്രൻസ് കോച്ചിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ നിന്നും +2 പഠിച്ചിറങ്ങിയ ഉടൻ തന്നെ എൻട്രൻസ് പരീക്ഷയിൽ പാസ്സായി ഫസ്റ്റ് ചാൻസിൽ തന്നെ MBBSന് അഡ്മിഷൻ കിട്ടുകയും ആദ്യം കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു, മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. എന്നാൽ കുറേ കൂടി നല്ലത്, മെച്ചപ്പെട്ടത് ആലപ്പുഴയാണ് എന്ന് കരുതി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പഠനത്തിനെത്തുകയായിരുന്നു. അങ്ങനെ പഠിക്കാൻ മിടുക്കനായ വിദ്യാർത്ഥി. എൻട്രൻസ് കോച്ചിങ്ങും +2 പഠനവും ഒരേ സമയം കൊണ്ടുപോയ കാലഘട്ടത്തിൽ എൻട്രൻസ് പരീക്ഷയിലും മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അങ്ങനെ തിരക്ക് പിടിച്ച വിദ്യാഭ്യാസ കാലഘട്ടത്തിനിടയിൽ MBBSൻ്റെ തുടക്ക കാലഘട്ടത്തിൽ കിട്ടുന്ന ചെറിയ ഇടവേളയിൽ മാനസികോല്ലാസം എന്ന നിലയിൽ സുഹൃത്തുക്കൾക്കൊപ്പം സിനിമ കാണാൻ പോകും വഴിയായിരുന്നു ഈ അപകടമുണ്ടാവുകയും ഈ 5 പേർ മരണപ്പെടുകയും ചെയ്തത്. എന്തായാലും ഈ ദേവനന്ദൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി വീട്ടുവളപ്പിൽ നടക്കും. ശരത്ത്, ശരി, 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുക. മന്ത്രി VN വാസവൻ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തും എന്ന വിവരവും നേരത്തെ കാണുകയുണ്ടായി. സനോജാണ് അവിടെ നിന്ന് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.